സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും. പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഓരോരുത്തരെയായി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേര്? സുമിത, അർച്ചന, ആരാധ്യ, നീതു, അയാൻഷ്, പാറു, ആര്യൻ, അന്നയ്, സരിത. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്ന് ഞാൻ പറയാം. അറിയത്തില്ലല്ലോ അല്ലേ ആർക്കും? ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആകെ 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അത് രസകരമായ 10 ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള ആൻസർ തന്നെ തരണം കേട്ടോ, അത് നിർബന്ധമാണ്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്ന വ്യക്തി അയാൾ വിജയെ പ്രഖ്യാപിക്കും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പ്രോഗ്രാം ആരംഭിക്കും. ചോദിക്കട്ടെ, നിങ്ങൾ റെഡിയാണോ? റെഡിയാണെന്ന് ഉറക്കെ പറയൂ. റെഡിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൂടാനുള്ള എളുപ്പ വഴി എന്താണ്? എന്താ മോളുടെ പേര്? ആരാധ്യ. നമ്മുടെ ആരാധ്യ മോളാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ബുക്കം കുറഞ്ഞവരുടെ കൂടെ നിൽക്കുക. വെരി ഗുഡ്. നിങ്ങൾ ചിന്തിച്ചതല്ലോ. അവൾ മാനത്ത് കണ്ടു ആൻസർ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നിന്നോ, ഇപ്പാണ് ഇൻട്രസ്റ്റ് വന്നത് കേട്ടാ. അവിടെ നിന്നോ, നമുക്ക് പുതിയൊരു ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ അവന്റെ പേര്? ആയുഷ്. ഓക്കെ, ആയുഷ് ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ മുതൽ കാണും. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ആയുഷ് റെഡിയാണോ? റെഡി. വിശപ്പുള്ള രാജ്യം ഏതാണ്? വിശപ്പുള്ള മലയാളമാണോ ഇംഗ്ലീഷാണോ? മലയാളത്തിലാണോ ആൻസർ, അതോ ഇംഗ്ലീഷിലാണോ? ഇനി വല്ല രാജ്യത്തിന് അങ്ങനെ വല്ല ശകലകലാവല്ലഭൻ. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇംഗ്ലീഷിലാണ്. വിശപ്പുള്ള രാജ്യം ആരാധ്യ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി ഇപ്പോൾ ഇഞ്ചോടിഞ്ചിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ആരാധ്യ മോളാണ്. പക്ഷെ ആരാധ്യക്ക് എതിർഭാഗം ആരുമില്ല, ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ്? വരം. കേട്ടിട്ടുണ്ട്. വരം എന്താണ്? ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ്? കുസൃതി ചോദ്യ. മോനെന്താ ആൻസർ പറഞ്ഞു? ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ്? ഒരു ക്ലൂ തരാം. ആ വരത്തിന്റെ ഫ്രണ്ടില് ഒരു ലെറ്ററും ഒരു ചിഹ്നവും ചേർത്താൽ മതി. പറഞ്ഞോ. ലെറ്ററും ഒരു ചിഹ്നവും ചേർത്താൽ മതി. ഒരു മലയാള ലെറ്ററും മലയാള അക്ഷരവും ഒരു ചിഹ്നവും മലയാള ചിഹ്നവും ചേർത്താൽ ആൻസർ ആവും. കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാത്? കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരു മലയാള അക്ഷരവും ഒരു ചിഹ്നവും ചേർക്കുമ്പോഴത്തേക്ക് ആകും ആൻസർ ആവും. വരത്തിന്റെ ഫ്രണ്ടില് പറഞ്ഞ
മരത്തിന്റെ ഫ്രണ്ടിൽ. മരമല്ല, വരം. അല്ല, മരത്തിന്റെ ഫ്രണ്ടിൽ. യെസ്. വിവരം. വിവരം. യെസ്. പേര് സുമിത. സുമിത. അപ്പോൾ സുമിതയാണ് നമ്മുടെ ആരാധ്യ മോൾക്ക് എതിർ കക്ഷിയായിട്ട് വന്നിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ആരാണ് ഞാൻ? അല്ല, കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, കലണ്ടറിലും ഞാനുണ്ട്. ആരാണ് ഞാൻ? പറഞ്ഞു. ക്വസ്റ്റ്യൻ. കണ്ണൂർ, ബഹിരാകാശം, കലണ്ടർ. കണ്ണൂർ, ബഹിരാകാശം, കലണ്ടർ. കലണ്ടർ. തീയതി അല്ല. ഇനി ഒരു ക്ലൂ തരാം. ഇതൊരു ലെറ്റർ ആണ്, മലയാള അക്ഷരമാണ്. പറഞ്ഞു, ഇനി പെട്ടെന്ന് പറയാം. കണ്ണൂർ, ബഹിരാകാശം, കലണ്ടർ. ഓക്കെ, എന്താ? സുമിത. സുമിത. അപ്പോൾ നമ്മുടെ സുമിത 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. ആരാധ്യക്കുട്ടി ആരാധ്യക്കുട്ടി ഒതുങ്ങി. ഇല്ല, ഇനി നമ്മൾ മുന്നോട്ട് പിടിക്കും അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എത്ര? 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ കളിക്കണം, ക്വസ്റ്റ്യനൊക്കെ കേൾക്കും. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം എന്താണ്? യെസ്. സുമിതാക്കി ജയ്. 3 ക്വസ്റ്റ്യൻ. നല്ലൊരു ക്ലാപ്പ്. പുട്ടും കടലേ മതി. 2 പപ്പടം വെച്ചേക്ക്. ഒരു ബൈ. ആൻസർ പറഞ്ഞു. പേന. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്ത്? ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം. ചപ്പാത്തി. 2 അക്ഷരമേ ഉള്ളൂ. 2 മലയാള അക്ഷരം, ചിഹ്നം, ഒരു ചിഹ്നം, അത്രേ ഉള്ളൂ. 2 മലയാള അക്ഷരവും ഒരു ചിഹ്നവും. പാചകത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണത്. മലയാളികൾ അടുപ്പിലേക്കുന്നത്. ഹിന്ദിക്കാർ പോക്കറ്റ് വെക്കും. ഹിന്ദി വാക്കായിരിക്കും. അതാണ് ഹിന്ദി. ഹിന്ദി വാക്കാണ്. ഹിന്ദിക്കാർക്ക് ആ ഒരു നമ്മുടെ മലയാളികൾ അടുപ്പിൽ വയ്ക്കുന്ന സാധനമില്ലേ, ഹിന്ദിക്കാർ അവരുടെ ഭാഷയിൽ ഉപയോഗിക്കും. കലം. യെസ്. എന്റെ പേര് സരിത. ഓക്കെ, സരിതയ്ക്ക് നല്ലൊരു ക്ലാസ്. ഒരാളും കൂടി ഉണർന്നിരിക്കുകയാണ്, കുട്ടികളെ ഉണർന്നിരിക്കുകയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ. കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത്? പുകടിക്കുന്നത്. പറഞ്ഞോളൂ. എന്തോ? ബി ആണോ? ബി അല്ല. ആൻസർ എന്തോ പറഞ്ഞു? സി. സി ആണ് ആൻസർ. ഉറക്കെ പറയണ്ടേ? സാരില്ല. സി. 4 ക്വസ്റ്റിന്റെ ആൻസർ. എന്താ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? സി പറഞ്ഞത് അല്ല, ബി പറഞ്ഞത് എ സി. അപ്പൊ തണുപ്പ് അല്ലേ? ബുദ്ധിയുണ്ട്, കണ്ടോടെ. അപ്പോൾ നമ്മുടെ സ്മിത 4 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ക്ലാസ്. എത്രത്തോളം വെളുക്കുന്നുവോ അത്രത്തോളം വൃത്തികേടാകുന്നത് എന്താണ്? അല്ല, ക്ലൂ തരാം. നമ്മുടെ ക്ലൂ തരാം. നമ്മുടെ ക്ലാസ് റൂമിലേക്ക് കാണപ്പെടുന്നത്. സുന്ദരിക്കിളി കണ്ട ഐശ്വര്യറായ പോലെ. അപ്പോൾ എത്ര? 5 ക്വസ്റ്റ്യൻ. നല്ല ക്ലാസ്, നല്ലൊരു ക്ലാസ്. ഓക്കെ, അപ്പോൾ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഴ പെയ്യും കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാം. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്ത്? നോ. പഴം തൊലി കളഞ്ഞാൽ പഴം തന്നെയാണ് മോനെ. തൊലി കളഞ്ഞാൽ നോ. അതും ഓറഞ്ച് അല്ലേ? ഓറഞ്ചിന് തൊലി കളഞ്ഞാലും ഓറഞ്ച് ആണല്ലോ. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഫ്രൂട്ട് അല്ല, വെജിറ്റബിൾ. വെജിറ്റബിൾ അല്ല, നമ്മൾ എന്നും കഴിക്കുന്ന ഒരു സാധനമാണ്. എന്നും കഴിക്കുന്ന ഒരു സാധനം. എന്നും കഴിക്കുന്ന സാധനമാണ്. ആ അരിയല്ല, ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച്. തൊലി കളഞ്ഞാലല്ലേ? ആ അരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. പറഞ്ഞു, ആരാണോ ഫസ്റ്റ് പറഞ്ഞോ അവർക്ക്. അല്ല അല്ല, ഗോതമ്പ്. ആ പറഞ്ഞു. അപ്പൊ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ നൽകിയിരിക്കുകയാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. മഴ പെയ്യും. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ്? കടം, മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ്? ലാസ്റ്റ് കടം വരുന്നത് ഇപ്പോഴാണ് കത്തി തുടങ്ങി, പക്ഷെ ക്വസ്റ്റ്യൻ തീർന്നു. Yes, അപകടം. നമ്മുടെ മോന്റെ പേരെന്താ? ആയുഷ്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് മോനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഞ്ചൊടിഞ്ഞ് പ്രോഗ്രാമിൽ പ്രത്യേകത ഉണ്ട്. നമ്മുടെ മത്സരാർത്ഥികൾ 10 പേരും എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ നൽകിയിരിക്കുകയാണ്. പക്ഷെ 5 ക്വസ്റ്റിന്റെ ആൻസർ നൽകി മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സ്മിതയാണ്. സ്മിതയ്ക്ക് നല്ലൊരു ക്ലാപ്പ്. പ്രോഗ്രാമിന്റെ വിജയമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുമിതയാണ്. അപ്പൊ സുമിതയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചു കൊടുത്തു. ക്ലാപ്പ്. നന്നായിട്ടുണ്ട്. നന്നായിരുന്നു. സമ്മാനം കിട്ടിയതുകൊണ്ടോ? അല്ലല്ല, ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരു ഫസ്റ്റ് സമ്മാനവും കിട്ടി. അതാണ്. അടിപൊളിയായിരുന്നു. അടിപൊളി. നമ്മുടെ മോളെ നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരു കുട്ടിയായിരുന്നു. അടിപൊളി. സൂപ്പറായിരുന്നു. അവസാനം വന്നു നമ്മുടെ ഗസ്റ്റ്. കുഴപ്പമില്ല, അതോടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.